ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഒരു വെർമസല്ലി പായസമാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടത് വെർമസല്ലി ഒരു 600 ഗ്രാം, ഷുഗർ 450 ഗ്രാം, ഏലക്ക, മിൽക്ക് മെയ്ഡ്, നെയ്യ്, കാഷ്യൂ, ഉണക്കമുന്തിരി, ചവ്വരി എന്നിവയാണ്. ചൂടായ ഒരു പാനിലോട്ട് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഈ നെയ്യ് നല്ലതുപോലെ ചൂടാവുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ഈ നെയ്യ് ചൂടായതിന് ശേഷം നമുക്ക് വെർമസല്ലി ഇട്ട് കൊടുക്കാം. ഈ വെർമസല്ലി ഒടിച്ചെടുത്തതാണ് കേട്ടോ. ഒരു ഗോൾഡൻ ബ്രൗൺ ആകും വരെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇളക്കാതിരുന്നാൽ അടിയിലത്തെ വെർമസല്ലി മാത്രം കരിഞ്ഞു പോകും. അതുകൊണ്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. എല്ലാവർക്കും തന്നെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പായസമാണ് വെർമസല്ലി, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. നമുക്ക് വീട്ടിൽ എന്ത് വിശേഷം വന്നാലും പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാനും എല്ലാം എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. മുതിർന്നവരായാലും എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടും. ഇത് ഒരു നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഈ ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴാണ് ഇതിൻ്റെ ഒരു പരുവം. ഇനി നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. ചൂടുവെള്ളം തന്നെ ഒഴിക്കണം. ഈ വെള്ളവും ഇതിനുമായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുത്ത് ഇതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് അടപ്പ് വെച്ച് അടച്ച് വേവിക്കാൻ വെക്കാം. ഇതൊരു ഹാഫ് വേവാവുന്നത് വരെ ഇരുന്ന് വേവട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് അപ്പുറത്തെ അടുപ്പിൽ പാല് തിളപ്പിക്കാൻ വെക്കാം. ഞാൻ കുറച്ച് പാലേ ഇപ്പോൾ തിളപ്പിക്കുന്നുള്ളൂ. പിന്നീട് ആവശ്യമുള്ളത് നമുക്ക് തിളപ്പിക്കാം. അത് തിളപ്പിക്കുമ്പോഴത്തേക്കും നമുക്ക് ഏലക്ക പൊടിച്ചെടുക്കാം. ഏലക്ക പൊടി മിക്സിയിലിട്ട് നമുക്ക് പൊടിക്കാം. നല്ലതുപോലെ പൊടിയത്തില്ല. അതുകൊണ്ട് നമുക്ക് കുറച്ച് ഷുഗർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഷുഗർ ആഡ് ചെയ്താൽ ഏലക്കയ്ക്ക് നല്ലതുപോലെ പൊടിഞ്ഞ് കിട്ടും. ഏലക്ക വെച്ചതിന് ശേഷം നമുക്ക് വെർമസല്ലി ഒന്ന് നോക്കാം. വെർമസല്ലി നല്ല ഒരു ഹാഫ് വേവായിട്ടുണ്ട്. വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് തിളപ്പിച്ച് വെച്ചേക്കുന്ന പാലൊഴിച്ച് കൊടുക്കാം. പാലൊഴിച്ചതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം നമുക്ക് ഈ ബാക്കി വെർമസല്ലി ഈ പാലിൽ കിടന്നാണ് വേവേണ്ടത്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് വേവിച്ച് വെച്ചേക്കുന്ന ചവ്വരി കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഈ ചവ്വരിയും വെർമസല്ലിയും ഈ പാലും കൂടി ഒരു മിക്സായി നല്ലൊരു ഫ്ലേവറായി വരണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമുക്ക് ഷുഗറൊന്നും ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കില്ല. വെർമസല്ലി നല്ലതുപോലെ വെന്തതിന് ശേഷമേ ഷുഗർ ആഡ് ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ വെർമസല്ലി വേവത്തില്ല. അങ്ങനെ നമ്മൾ ചവ്വരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇത് വേവുമ്പോഴത്തേക്കും നമുക്ക് കാഷ്യൂ മുന്തിരിയും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അത് നമുക്ക് അപ്പുറത്തെ അടുപ്പിൽ പാൻ വെച്ച് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യിലാണ് ഇതും റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. അതെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. നെയ്യ് ഒഴിച്ചതിന് ശേഷം കഴുകി വെച്ചേക്കുന്ന കാഷ്യൂ ഇട്ട് കൊടുക്കാം. കാഷ്യൂ ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ അത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ കാഷ്യൂ ഒരുപാട് അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കരിഞ്ഞു പോകും. അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം ഇത് ചെയ്യാൻ. കാഷ്യൂ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. കാഷ്യൂ ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഇളക്കുന്നുണ്ട്. ഇളക്കി നല്ല ഗോൾഡൻ ഷെയ്ഡ് ആവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഒരു കാര്യം ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. ഇത് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി തുടങ്ങിയൊരു പുതിയ ചാനലാണ്. ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. കാഷ്യൂ റെഡി ആയിട്ടുണ്ട്. നമ്മളൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം. മുന്തിരിയും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. മുന്തിരിയുടെ പരുവം ഞാൻ മനസ്സിലാക്കിയത് ഒന്ന് വലുതായി വരണം. ആ മുന്തിരി ഒന്ന് വലുതായി വരുമ്പോഴത്തേക്കും നമുക്കത് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. അത് കാഷ്യൂവിൻ്റെ കൂടെ തന്നെ നമുക്ക് മാറ്റി വെക്കാം. നല്ലതുപോലെ ഒന്ന് പരുവായി എത്തിയിട്ടുണ്ട്. നമുക്കിത് കാഷ്യൂവിൻ്റെ കൂടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് വെർമസല്ലി എന്തായെന്നൊന്ന് നോക്കാം. നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. വെർമസല്ലി വെന്തതിന് ശേഷമാണ് ഈ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നല്ല ഷുഗർ എങ്ങനെയാണ് എല്ലാവർക്കും, നമുക്ക് ഇവിടെ പൊതുവേ ഇത്തിരി ഷുഗർ കുറവാണ്, അതുകൊണ്ട് കുറച്ച് ചേർത്തിട്ടുള്ളൂ. പിന്നെ മിൽക്ക് മെയ്ഡ് ചേർക്കുന്നുണ്ട്. മിൽക്ക് മെയ്ഡ് ചേർക്കുമ്പോൾ നമ്മൾ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പോയി അത് കട്ടയായിട്ട് കിടക്കും. അതുകൊണ്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക.
മധുരം നോക്കിയിട്ട് വേണം മിൽക്ക് മെയ്ഡും പഞ്ചസാരയൊക്കെ ചേർക്കാൻ. അങ്ങനെ നല്ലതുപോലെ ഇളക്കുക. അങ്ങനെ മിൽക്ക് മെയ്ഡിൻ്റെയും അതിന് മണം വരുന്നുണ്ട്. നമുക്കിനി ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഏലക്കയും പഞ്ചസാരയും കൂടിയാണ് പൊടിച്ചത്, അതുകൊണ്ട് മധുരം എപ്പോഴും നമ്മൾ നോക്കണം. ഏലക്കയും പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തു. ഇനിയിപ്പം നല്ല മണം വരുന്നുണ്ട്. ഏലക്കയുടെയൊക്കെ നല്ല ഒരു ഫ്ലേവർ തന്നെ വരുന്നുണ്ട്. നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഏകദേശം നമ്മൾ പായസം റെഡി ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി തുടങ്ങിയ ഒരു പുതിയ ചാനലാണ്. ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യണേ, ഒന്ന് ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. ഇനി നമ്മൾ കുറച്ച് പാൽ കൂടി തിളപ്പിച്ച് ഒഴിച്ചിട്ടുണ്ട്. പാല് കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ. അത് നല്ലതുപോലെ ഒന്ന് ഇളക്കി അതും കൂടി ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് കാഷ്യൂവും മുന്തിരിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കാഷ്യൂവും മുന്തിരിയും കൂടി നമുക്ക് ലാസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം ഞാൻ ഈ ഏലക്ക ആഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഏലക്കയുടെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാനൊന്ന് ആഡ് ചെയ്താണ്. ഇഷ്ടമുള്ളവർക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്ക് കുറച്ച് നെയ്യും കൂടി ഒഴിച്ച് കൊടുത്ത് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് സിമ്മിലിട്ടൊന്ന് തിളപ്പിക്കണം. അത് നല്ല മണം വരും. ഈ ഇങ്ങനെ ചെയ്തിട്ട് ആ ഒരു ലിഡ് തുറക്കുമ്പോൾ നല്ല മണമാണ് വരുന്നത്. നമ്മളത് അടച്ച് വയ്ക്കാൻ പോവുകയാണ്. നമുക്ക് തുറക്കാം. നല്ല ആ ഒരു ഏലക്കയുടെയും നെയ്യുടെയും ഒക്കെ ഒരു നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട്. പായസം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഒരു ബൗളിലോട്ട് ഇത് സെർവ് ചെയ്യാം. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നേരത്തെ മാറ്റി വെച്ച നമ്മുടെ കാഷ്യൂ മുന്തിരി റോസ്റ്റ് ആക്കിയിട്ടുണ്ട്. നമ്മൾ പായസം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്യണേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം. എല്ലാവരും ഞങ്ങളെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് പിന്നെ മറ്റുള്ളവർക്ക് ഷെയറും ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം.